2022 ക്വസ്റ്റ്യൻസ് ആണത്. ആദ്യം നമ്മളോട് ഒരു വെക്റ്റർ ഫീൽഡ് സ്കെച്ച് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് ഓഫ് പി എന്ന് പറയുന്നത് പി എക്സ് ഓഫ് പി ആണെന്ന് അറിയാം. ഇതിൽ എക്സ് ഓഫ് പി എന്താണെന്ന് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് x1 x2 = -x2 x1 ആണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫായിട്ട് വരയ്ക്കാമെന്ന് അറിയോ? ആദ്യം നമ്മൾ എക്സിനെ ഡിഫൈൻ ചെയ്യുക, R2 നിന്ന് R2ലേക്കാണെന്ന്. നമുക്ക് എക്സ് ഓഫ് പി എന്താണെന്ന് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് x1 x2 = -x2 x1 ആണ് തന്നിട്ട് ഫോർ ഓൾ x1 x2 ബിലോങ്സ് ടു R2. ഇനി നമ്മുടെ വെക്റ്റർ ഫീൽഡ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്, എക്സ് ഓഫ് x1 x2 = x1 x2, -x2, x1. എങ്ങനെയാണ് ഇത് വന്നത്? നമ്മുടെ ഈ പീൻ്റെ സ്ഥാനത്ത് x1 x2 എന്ന് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് പി എന്താ? എക്സ് ഓഫ് പി എന്ന് പറയുന്നത് -x2 x1. എക്സ് ഓഫ് പിൻ്റെ സ്ഥാനത്ത് നമ്മൾ -x2 x1 കൊടുത്തു. ഓക്കെ, ഈ ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതി. ഇനി നമ്മൾ x1നും x2നും ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ഓഫ് 0 0 കണ്ടു, എനിക്ക് 0 0 0 0 എന്ന് വരും ഇതിൽ നിന്ന്, അല്ലേ? ഇനി നമ്മളിത് എങ്ങനെയാണ് ഗ്രാഫായിട്ട് വരയ്ക്കാമെന്നറിയോ? നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുന്നു. എന്നിട്ട് 0 0നെ 0 0ലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ 1 0നെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത് നോക്കും. 1 0 എങ്ങോട്ടേക്കാണ് പോവുക? -x2, x1 ആകുമ്പോൾ 0 1 എന്ന് വരും, അല്ലേ? ഇനി ഈ 1 0നെ ഇവിടെയാണല്ലോ 1 0 ഉള്ളത്. ഈ 1 0നെ മാപ്പ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 1 എന്ന് വരും, അല്ലേ? അപ്പോൾ ഈ 1 0നെ മാപ്പ് ചെയ്യുന്നത് 1 1ലേക്കായിരിക്കും. ഓക്കെ, ഇനി ഞാൻ 1 1 എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത് നോക്കും. അത് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 1, -1, 1. അപ്പോൾ 1 1 എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0, 2 എന്ന് വരും. അപ്പോൾ 0, 2ലേക്കായിരിക്കും ഇത് മാപ്പ് ചെയ്യുക. ഇനി അടുത്ത് 0, 2നെ നമ്മൾ അതേപോലെ നോക്കുക. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും, -2, 2ലേക്ക് മാപ്പ് ചെയ്യും. ഇനി -2, 2 എങ്ങോട്ടേക്ക് നോക്കുമ്പോൾ -4, 0ലേക്ക് മാപ്പ് ചെയ്യും. ഇനി -4, 0 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് സ്കെച്ച് ചെയ്യുക.